ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു കുട്ടി അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഈയിടെ ഒരു ഇയർപോഡ് വാങ്ങി. ഇയർപോഡ് അറിയാത്തവർക്കായിട്ടാണ്. നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്തിലൂടെ ഈ ഹെഡ്ഫോൺ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇയർപോഡ്. അതിന് കേബിളുകൾ ഉണ്ടാവില്ല. ജസ്റ്റ് അതിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ ഇല്ലാതെ ജസ്റ്റ് ചെവിയിൽ വയ്ക്കുകയും ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനും എളുപ്പമാണ്. അപ്പോൾ ഇനി അതിനെ ഒന്ന് നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം. വളരെ യൂസ്ഫുള്ളാണ് ഈ ഇയർപോഡ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കാം. XTouchൻ്റെ XTouch Pro ആണ് വാങ്ങിയത്. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ കർഫോറിൽ നിന്നാണ് വാങ്ങിയത്. ഇതിനൊരു 79 ദിർഹംസോ മറ്റോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മെയ്ഡ് ഇൻ ചൈനയാണ്, എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് XTouch. അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെ ട്രാവൽ ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആട്ടോ. ഇങ്ങനെയുള്ള ഇയർപോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെയും ഉപദ്രവിക്കാതെ നമുക്കത് ചെവിയിൽ വെച്ചിട്ട് കേൾക്കാമൊക്കെ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ കാണുന്നത് ഒരു യൂസർ മാനുവലാണ്. കണ്ടോ, യൂസർ മാനുവൽ. ഇത് ആപ്പിളിനും ഉപയോഗിക്കാമെന്ന് തന്നെയാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവൽ ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ കൂടുതലും കാണുന്നത്. ഇതിപ്പോൾ കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ യൂസർ മാനുവൽ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തത് അതിനുള്ളിലുള്ള ബാക്കി സാധനങ്ങൾ നോക്കാം. കണ്ടോ, യൂസർ മാനുവലിൽ എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇയർപോഡ് എടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കവറിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട്. വൈറ്റാണ് കളർ എടുത്തത്. അത് എടുക്കുന്നു. ഇനി ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ചാർജിങ് കേബിൾ എടുക്കാം. ചാർജിങ്ങിൻ്റെ കേബിൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാർജറിലൂടെ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ചാർജർ കേബിൾ ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാർജർ കേബിൾ തന്നെയാണ് ഇത്. നമുക്ക് ഇതിൽ തന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ചാർജിങ് പോർട്ട്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കുത്തുകയേ വേണ്ടൂ. നമ്മുടെ ഫോണിൻ്റെ ചാർജറിൻ്റെ പ്ലഗ് തന്നെ ഉപയോഗിക്കാം. ഇത് കണ്ട ഒരു നല്ലൊരു സിലിക്കൺ കേസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹോൾഡറും കൂടിയുണ്ട്. ഈ ഹോൾഡർ നമ്മുടെ ബാഗിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് വെക്കാം. ഇതിങ്ങനെ നല്ല ക്യൂട്ടായിട്ട് നല്ല സിലിക്കണിൻ്റെ നല്ലൊരു ഫോൾഡറുമാണ്. അതിന് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. അപ്പോൾ ഇതിൽ ചാർജ് ചെയ്യുകയേ വേണ്ടൂ. ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതും എഗെയിൻ ഒരു ചെറിയൊരു ഇതിട്ടിട്ട് കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറക്കാം നമുക്ക്. ഇനിയാണ് നമ്മുടെ ഇയർപോഡ് കാണാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഇതിനൊരു 2-3 മണിക്കൂറേ ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇയർപോഡ് നിർത്തി നിൽക്കുക. കണ്ടോ, നല്ല ഇതിങ്ങനെ ചെവിടെ പുറത്തേക്കുള്ള ടൈപ്പാണ്, ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്ന ടൈപ്പല്ല. ഇതിനൊരു മാഗ്നറ്റിക് ഫീലിംഗ് ആണ്. അതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇറക്കി വെച്ചാൽ മതി. ഇതിലൂടെ തന്നെ ചാർജ് ചെയ്യുകയും ചെയ്യാം. ഇതിനെ തിരിച്ച് നമുക്ക് ഇതിലാക്കിയിട്ട് ബോക്സിലാക്കി എടുത്ത് വയ്ക്കുകയും ചെയ്യാം. എവിടേക്കെങ്കിലും പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്. ഈ ഒരു കുട്ടി ഡപ്പല്ലേ കൊണ്ടുപോകണ്ടു. നമ്മുടെ കേബിളുകൾ പെട്ടെന്ന് നാശമാവും എന്നുള്ള പ്രോബ്ലമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ചാർജിങ് കേബിൾ കുത്തിയിരിക്കുന്നത്. ഇനി ഞാനതിനെ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കാൻ വേണം. ഏകദേശം ഒരു 2 മണിക്കൂറോളം വെച്ചപ്പോഴേക്കും തന്നെ ഫുള്ളാവുന്നാ തോന്നുന്നത്. അപ്പം നമുക്കിത് വെച്ച് നോക്കാം. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഈ ലൈറ്റ് ഉണ്ട്. ചാർജർ ഫുള്ളായി കഴിഞ്ഞാൽ ആ ലൈറ്റ് പോകും. കണ്ടോ, ഇപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. അപ്പം എൻ്റെ അത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഹുക്ക് ഭയങ്കര ഈസി ആട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് ആ സിലിക്കണിൻ്റെ കവറിൽ ഇതിനെ അറ്റാച്ച് ചെയ്യാം. അല്ല എങ്കിൽ ഇതിനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാഗിൻ്റെ കൂടെ പുറത്തേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വലിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു XTouchൻ്റെ ഇയർപോഡാണ് ഇന്നത്തെ അൺബോക്സിങ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.